ഹായ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസം തികഞ്ഞിരിക്കുകയാണ്. 2 മാസം കഴിഞ്ഞ് ഒരു 3-4 ദിവസം കൂടി ആയി. എന്നാലും 2 മാസം. ഈ 2 മാസം കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 220 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേളിലായി. അപ്പോൾ അതെന്തായാലും ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ എന്തായാലും ഈ 2 മാസം കൊണ്ട് 220 സബ്സ്ക്രൈബേഴ്സിൻ്റെ മേളിലെന്ന് പറഞ്ഞാൽ അതെന്തായാലും ഞങ്ങളെ സംബന്ധിച്ചാലും അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വലിയ റീച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഫ്രം ദ സ്ക്രാച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് 2 മാസത്തിൽ 220 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അതിന് വലിയൊരു ബിഗ് താങ്ക്സ് ടു നമുക്ക് സജഷൻ തന്നവർക്കും പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അതെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ ഓരോ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്ത് സജഷൻസ് പറഞ്ഞ് ആ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വീണ്ടും വേറെ വീഡിയോസൊക്കെ എടുക്കാനുള്ള ഒരു അതെ. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് ബ്രേക്കായി. കൂടുതലും ഷോർട്ട് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ, വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു ബ്രേക്കിന് ശേഷം ഇന്നാണ് ഒരു വ്ളോഗായിട്ട് എടുക്കാൻ പറ്റിയത്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു. കാരണം നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ കുറേ ട്രിപ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ബാംഗ്ലൂർ, പൂനെ ഉണ്ടായിരുന്നു. പൂനെയിൽ നിന്ന് മഹാബലേശ്വർ പോയി, പിന്നെ നാസിക് ഉണ്ടായിരുന്നു, പിന്നെ മൂകാംബിക, ഗോകർണ, പിന്നെ മൈസൂർ, കൂർഗ്, അങ്ങനെ കുറച്ച് ട്രിപ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മിസ്സായി. ആ സമയത്ത് നമുക്ക് അന്നേരം വ്ളോഗൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടായിരുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ ഷോർട്ട് വീഡിയോസ് ആക്കി ഇട്ടിട്ടുണ്ട്. അതെ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ച് പ്ലാൻസ് ഉണ്ട്, ട്രിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനി അങ്ങോട്ടുള്ളതെല്ലാം നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് വേണം. അതെ. അപ്പോൾ ഇന്ന് നമ്മളങ്ങനെ കുറച്ച് ബ്രേക്കിന് ശേഷം ഒരു വ്ളോഗായിട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കർണാടകയിൽ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു 40 കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ ബിഗ് ബനിയൻ ട്രീ, അവിടെയാണ് 400 വർഷം പഴക്കമുള്ള ബിഗ് ബനിയൻ ട്രീ കാണാൻ വന്നിരിക്കുക. അത് നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ഇതാണ് ആ ബിഗ് ബനിയൻ ട്രീ. ഇന്ന് ഇവിടെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ റോഡിൽ നിന്ന് ഇതാണ് മെയിൻ എൻട്രൻസ്. ഇതുവഴിയാണ് നമ്മൾ അകത്ത് കയറുന്നത്. കയറുമ്പോഴത്തേക്ക് ഈ സൈഡിലായിട്ട് ഇവിടുത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി ഫോട്ടോയും കുറച്ച് സ്പീഷീസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ ടിക്കറ്റ് കൗണ്ടറാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിൽ എൻട്രി ടിക്കറ്റ് ഒന്നുമില്ല, ഫ്രീ ആണ്. ഇന്ന് വർക്കിംഗ് ഡേയും കൂടെ ആയതുകൊണ്ട് തിരക്ക് നല്ല കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ്. നമ്മുടെ എൻട്രൻസിൽ തന്നെ ഇവിടുത്തെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 8 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം. ഇതാണ് നമ്മൾ ഇന്ന് വന്ന ഈ ബിഗ് ബനിയൻ ട്രീയുടെ ഹിസ്റ്ററിയും ബാക്കി കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ബൊട്ടാണിക്കൽ ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. കോമൺ നെയിം ബനിയൻ ട്രീ. ഇവിടെ കർണാടകയിൽ ഇത് അലടമര എന്നാണ് പറയുന്നത്. നമ്മുടെ മലയാളം വടവൃക്ഷമാണ്. താഴെ യൂസസും ഇതൊക്കെയാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്. 400 വർഷം പഴക്കമുള്ളതാണ്. 400 years ഓൾഡാണ്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഏക്കറാണ്. 2.25 ഏക്കർ അടുപ്പിച്ചാണ് ഇതിൻ്റെ ഇപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ ബനിയൻ ട്രീയുടെ കവറേജ്. അതെ. ബാക്കി 5 എണ്ണം, ഫസ്റ്റ് 5 എണ്ണം ഈ നമ്മുടെ ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, കൊൽക്കത്ത, തെലങ്കാന ഈ സ്ഥലങ്ങളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതിനേക്കാളും വലിയ നമ്മുടെ വടവൃക്ഷമുള്ളത്. പിന്നെ ഇതിന്റെ എത്ര പ്രോ ഫ്രൂട്ട്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. ടോട്ടൽ നമ്പർ ഓഫ് പ്രോ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 1359 പ്രോ ഫ്രൂട്ട്സ് ആണ് ഇതിനുള്ളത്. അതിൽ തന്നെ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത് 811 എണ്ണം. പിന്നെ ഹാങ്ങിങ് പ്രോ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ 548. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരാനുള്ള കണക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് ആണ് പിന്നെ കൊടുത്തേക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ബസ് അവൈലബിൾ ആണ്. പിന്നെ മെജസ്റ്റിക്കിൽ നിന്നാണെങ്കിൽ 24 കിലോമീറ്റർ. KR മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കൃഷ്ണരാജപുരം മാർക്കറ്റാണ്. അവിടെ നിന്ന് നമുക്ക് വരാനുള്ള വഴിയുണ്ട്. പിന്നെ 8 കിലോമീറ്റേഴ്സ് ഫ്രം ബാംഗ്ലൂർ മൈസൂർ ഹൈവേ. നമ്മളിപ്പോൾ വന്നത് ഈ റൂട്ടാണ്. നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ വഴിയാണ് നമ്മളിപ്പോൾ ഇന്ന് വന്നത്. കാറിലായതുകൊണ്ട് നമുക്കതാണ് അവിടെ നിന്ന് വരാൻ എളുപ്പം. പിന്നെ ട്രാഫിക്കും കുറവാണ്. ടോൾ റോഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന്, നല്ല റോഡുമാണ്, പെട്ടെന്ന് എത്തുകയും ചെയ്യാം. നമ്മൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫുഡ് ഐറ്റംസോ, ഇതാകണ്ട ബാക്കിൽ അക്രമകാരികളുണ്ടോ, ഫുഡ് ഐറ്റംസോ അല്ലെങ്കിൽ കയ്യിൽ ബാഗും കാര്യങ്ങളൊന്നും കൊണ്ട് ഇങ്ങോട്ട് കയറാതിരിക്കുന്നത് നല്ലത്. കാരണം ഇവർ പിറകെ ഓടിച്ച് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ട് കയറാൻ, ഫുഡ് ഐറ്റംസ് മാത്രമല്ല ബാഗും കാര്യങ്ങളൊന്നും കൊണ്ട് കയറാതിരിക്കുന്നത് നല്ലത്. പിന്നെ നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും സ്നാക്സും വെച്ചേക്കാൻ നല്ലതാണ്. കാരണം ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് നല്ല ഹോട്ടൽസ് ഒന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്.
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദൂരെ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വെള്ളവും പിന്നെ എന്തെങ്കിലും സ്നാക്സൊക്കെ കരുതിയിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ വണ്ടിക്കകത്ത് വെച്ച് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തുള്ള ഒരു കുഞ്ഞ് അമ്പലമാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് എഴുതിയിരിക്കുന്ന ഒരു പിടിയില്ല. ഇതിനകത്ത് നമ്മുടെ മറ്റേ മണിയും കാര്യങ്ങളും വെളിയിൽ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു മണ്ഡപം പോലെയുള്ളൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. എൻട്രൻസിൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഇങ്ങനൊരു ബിൽഡിംഗ്, ഇതെനിക്ക് തോന്നുന്നു ഇവരുടെ ഓഫീസ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിപ്പോൾ അടച്ചിട്ടേക്കാണ്, ആളൊന്നുമില്ല. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പേ ആൻഡ് യൂസ് ടോയ്ലറ്റും ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലാണ് ടോയ്ലറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ നേരത്തെ കണ്ട മണ്ഡപം. നമുക്ക് ഇവിടെ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു ബെഞ്ചസും ഉണ്ട്. ഇതിന് ചുറ്റിനും എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ നമുക്ക് ഇരിക്കാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ബെഞ്ചുകളും ഉണ്ട്. ഇതാണ് മണ്ഡപം. ഇനി അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ നമ്മുടെ ബിഗ് ബാനിയൻ ട്രീയുടെ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മളെ തിരിച്ചതായിപ്പോൾ ഇലക്ട്രോണിക് സിറ്റി എത്തി. വരുന്ന വഴിക്കൊന്നും നമുക്ക് ഒരിടത്തും ഹോട്ടലും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ തുംകൂർ നമ്മൾ നൈസ്റിംഗ് റോഡുണ്ട്. നൈസ്റിംഗ് റോഡ് വഴിയാണ് നമ്മൾ വരണത്. നൈസ്റിംഗ് റോഡ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക് സിറ്റി എത്തുന്നവരേക്കും ഒറ്റ റോഡാണ്, വേറെ ഒരു കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ തിരിച്ച് ഇവിടെ എത്തിയാൽ നമുക്ക് അതിൽ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എത്തി നമ്മൾ ഓഫീസിലോട്ട് പോകുന്ന വഴി, നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഓഫീസിനടുത്തായിട്ട് നമ്മുടെ ഇൻഫോസിസ് ക്യാമ്പസിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഒരു നന്ദനം റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നന്ദനം റെസ്റ്റോറൻറ്റ്. മലയാളി കടയാണ്. ഇവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ നല്ല വാഴയിലാണ് അവർ ബിരിയാണി സെർവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫുൾ ബിരിയാണി ആയിട്ടും കിട്ടും. പിന്നെ ഒരു ഫുൾ ബിരിയാണി കഴിക്കാത്തവർക്കായിട്ട് ഹാഫ് ബിരിയാണി ആയിട്ട് നമുക്ക് മേടിക്കാം.
ഞങ്ങളിപ്പോൾ ഒരു മലബാർ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാനൊരു ഫുൾ ബിരിയാണി ഓർഡർ ചെയ്തു, ഐഷുവിനൊരു ഹാഫ് ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ഒരു ഭംഗിക്ക് ഒരു ഗാർലിക് ചിക്കൻ കൂടെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിപ്പെല്ലാം കഴിഞ്ഞ് നമ്മളത് തിരിച്ച് വീട്ടിലെത്തി, ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.